എല്ലാവർക്കും നമസ്കാരം. മിനി ചാക്കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഒരുപാട് ബിരിയാണി ടൈപ്സ് ഉണ്ട്, പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒത്തൻറ്റിക് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലൊന്നും അല്ല. എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കേട്ടോ. ഓവറോൾ എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 hourനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8 മെമ്പേഴ്സിന് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറായിട്ട് വരിക. അപ്പം നമ്മുടെ വീട്ടിൽ ഹിറ്റാണ് ഈ ബിരിയാണി. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. നമ്മളെടുത്തിരിക്കുന്നത് ജീരകശാലയുടെ റൈസാണ് കേട്ടോ. ഈ റൈസ് വളരെ ചെറുതായതുകൊണ്ട് നല്ല അപ്പീലിംഗ് ആണ് കാണാൻ, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് എമൗണ്ടിലാവുന്നത് പോലെ നമുക്ക് തോന്നും. ഞാനിപ്പോൾ 2 ഗ്ലാസ് ജീരകശാലയുടെ റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് ഇതിലാണോ റൈസ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കപ്പിലോ തന്നെ ഇതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഏത് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത് അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് ആ റൈസിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തതിന് ശേഷം അതൊന്ന് ½ an hour ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചു. നല്ല പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ടാൽ മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു 2 ഗ്രീൻ ചില്ലി അത്യാവശ്യം എരിവുള്ളത് നന്നായിട്ട് സ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ, നമുക്കതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഹോൾ മിൽക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 കഷ്ണം കറുവപ്പട്ട, 3-4 ഏലക്കായ, ഒരു ½ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3-4 ഗ്രാമ്പൂ, പിന്നെ 2 സ്റ്റാർ നീസ്, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഗീ, പിന്നെ ഒരു ബേ ലീഫും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് പാക്കറ്റായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ബിരിയാണി കിറ്റിലൊക്കെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലയൊക്കെ ആയിട്ട് സ്പൈസസൊക്കെ ആയിട്ട് ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റൈസിന് ഈ ഫ്ലേവർ ഒന്ന് ഇറങ്ങത്തുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്പൈസസും ഗ്രീൻ ചില്ലീസും ഒക്കെ ആയിട്ടൊന്ന് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 കപ്പ് റൈസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച ചൂടുവെള്ളമാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതായത് എത്ര ഗ്ലാസ് അരിയാണ് എടുക്കണേ അതിന് ഡബിൾ എമൗണ്ട് ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്, അതിന് കുക്കിംഗ് ടൈമിൽ ഒരു വ്യത്യാസം വരും. നമ്മൾ തിളച്ച ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അരി നമ്മൾ ആ ഗീയിലൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് ഇരിക്കൊന്നും വേണ്ട, അരി പൊട്ടി പോകും. അപ്പോൾ നമ്മൾ ആദ്യം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ സ്പൈസസിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഗീയിലൊക്കെ ഒന്ന് ഈ റൈസ് ഒന്ന് കോട്ടായി വരുമ്പോഴത്തേക്കും ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് ബോയിൽഡ് വാട്ടർ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഹോൾ മിൽക്കാണ്. ഈ ഹോൾ മിൽക്ക് കൊടുക്കുമ്പോൾ റൈസ് ഓൾറെഡി സോഫ്റ്റാണ്, കുറച്ചും കൂടെ നല്ല ഒരു കൺസിസ്റ്റൻസിയിലും സോഫ്റ്റായിട്ട് ഇരിക്കാനും അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ പലരും ചെയ്യാറില്ല, ബട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ടേസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കഴിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലൈമിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1 ഫുള്ള് നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ലൈം ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്തിട്ട് പാലിൻ്റെ മേളിലേക്ക് നാരങ്ങ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാലൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഹോൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം.
സോൾട്ട് ചേർത്ത് കൊടുക്കുമ്പം ഈ വെള്ളത്തിന് കുറച്ച് സോൾട്ടിൻ്റെ അളവ് കൂടുതൽ മുമ്പ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സോൾട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് റൈസ് കുക്കായി വരുമ്പോഴത്തേക്കും കറക്റ്റ് സോൾട്ടിൻ്റെ അളവ് നമ്മുടെ റൈസിലേക്ക് പിടിക്കത്തുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കാം. അപ്പം വെള്ളം ഇനിയും വറ്റാനുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് എപ്പോഴും ഒരു 80 to 90% കുക്ക് ആകുമ്പോഴത്തേക്കും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പം എൻ്റെ ഈ പോട്ട് ചെറുതായിട്ടൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത് കൊണ്ട് ഞാനിതൊരു വലിയ ട്രേയിലേക്ക് ഈ റൈസ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ സെയിം പോട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ റൈസ് വീണ്ടും ഓവർ കുക്ക് ആവും, ആ റൈസിൻ്റെ തന്നെ ഹീറ്റും ഉണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുന്ന പോട്ട് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇതിൻ്റെ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. റൈസ് കുക്കായതിന് ശേഷം നമ്മൾ ഒരിക്കലും അതിൽ ഇട്ടുകൊണ്ട് കവർ ചെയ്ത് വെക്കരുത്. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ട് തന്നെ വീണ്ടും അത് ഓവർ കുക്കായി പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്താലും മതി കേട്ടോ. ഇനി ഈ റൈസ് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് അടുത്തത് ചിക്കൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണല്ലോ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ആകുമ്പോൾ ആ ചിക്കൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ മാരിനേഡ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നമുക്കിനി നോക്കാം. 1 കിലോഗ്രാം ചിക്കൻ്റെ അളവിലാണ് കേട്ടോ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഹോൾ ചിക്കൻ വാങ്ങിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് 1 കിലോ വരുന്ന രീതിയിലാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നത്. അപ്പം ഒരു 3-4 ഗാർലിക് പീസസ് എടുക്കുക, 2-3 എരിവുള്ള പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. അപ്പം സ്പൈസി ചില്ലി പൗഡറാണ് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത ജ്യൂസും അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 1 ടേബിൾ സ്പൂൺ തൈരും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് പൾസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒട്ടും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 to 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഉള്ളിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കനെ ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് ചിക്കൻ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബിരിയാണി കട്ടിൽ വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് ചിക്കൻ ഒരു ചെറിയൊരു ഉളുമ്പിൻ്റെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ലെമണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയതിന് ശേഷം ഒരു 3-4 ടൈംസ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓവറായിട്ട് വാഷ് ചെയ്യുമ്പോൾ ചിക്കൻ ടെക്സ്ചറൊക്കെ നഷ്ടപ്പെടും. ചിലരൊക്കെ ചിക്കനൊക്കെ നമ്മൾ വാഷ് ചെയ്യാനിടുമ്പോൾ ഒരു 1/2 hour ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തിടും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം വെള്ളത്തിലിടാണ്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഫ്രഷ്നെസ് തന്നെ നഷ്ടപ്പെട്ടു പോകും ചിക്കൻ്റെ. അപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിനി നന്നായിട്ടൊന്ന് ഈ മാരിനേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മളിത് തലേ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങും. മിനിമം ഒരു 3 to 4 hours എങ്കിലും ഫ്രിഡ്ജിലിരിക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കി എടുക്കാം. അതിനു മുമ്പ് നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കാനും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാനും എല്ലാത്തിനും കൂടെ ആവശ്യമായിട്ടുള്ള ഒരളവ് കണ്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓയിൽ അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് ഗീയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും. പക്ഷെ നമുക്ക് അത്രയും ഗീ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താണ് ഇപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1 to 2 ടേബിൾ സ്പൂൺ ഗീ ഈ ഹോൾ റൈസിലേക്കും ചിക്കനിലേക്കും വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പിടി
കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് ഹോൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസിൻസ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഹാൻഡ് ഫുള്ള് റൈസിൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് നല്ല ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് സവോളയാണ്. ഇപ്പോൾ നമ്മൾ ബിരിയാണി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 വലിയ ഓണിയൻ ചെറുതായിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്, തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ടെക്സ്ചറിലേക്ക് ആവുന്നോടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള നമ്മൾ ഇത്ര എമൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ചിക്കനിലേക്കും കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓയിൽ കുറഞ്ഞു പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഇതൊരു വൈഡായിട്ടുള്ള പാനിൽ കുക്ക് ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മൾ നല്ല വൈഡായിട്ടുള്ള ഒരു പാൻ വെച്ചതിന് ശേഷം ഈ സവോളയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈഡായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാരമലൈസ്ഡ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പി ടെക്സ്ചർ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ബാച്ച് നമ്മുടെ സവോള ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എഗെയിൻ വീണ്ടും 2 വലിയ സവാള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് ഒന്നും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് തയ്യാറാക്കി എടുക്കുക. ആദ്യത്തേത് നമ്മൾ ബിരിയാണി റൈസിലേക്ക് ഉപയോഗിക്കും. രണ്ടാമത്തെ ബാച്ച് നമ്മൾ ചിക്കൻ്റെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഗ്രേവി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് ഇതേ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മേളിൽ ചെറുതായിട്ട് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതേ ഓയിലിൽ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗമൊന്നും കുക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോഴുള്ള കുക്കിംഗ് ടൈമാണ് കേട്ടോ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കുക്ക് ചെയ്തൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ആ ഓയിലൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതേ ഓയിലിൽ നമ്മളുടെ ഈ ഗ്രേവി മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവി തന്നെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ മസാലയിലേക്കൊക്കെ ആവത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് പാനൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2-3 അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2-3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, കുറച്ച് ഗാർലിക്ക്, കുറച്ച് ഇഞ്ചി, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2-3 ഗാർലിക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാരിനേഡ് തയ്യാറാക്കി വെച്ചപ്പോൾ ഉള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളി ഈ ഓയിലിൽ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാരിനേഡ് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് മാരിനേഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് മസാല പൊടികളൊന്നും ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റിൽ നമ്മൾ സ്പൈസി ചില്ലി പൗഡറും എല്ലാ മസാലകളും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒന്ന് റോ സ്മെല്ല് മാറുന്നോടം വരെ നമുക്കൊന്ന് ഈ ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടൊമാറ്റോസ് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ ഗ്രേവിയിലൊന്ന് ബ്ലെൻഡായി വരണോടം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആവിയിൽ തന്നെ നമ്മുടെ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഗരം മസാല നമ്മുടെ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് സോട്ടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒനിയൻസ് ഉണ്ടല്ലോ അതും കൂടെ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഈ ചിക്കനെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഇതിലേക്ക് ഒന്ന് ആ ഫ്ലേവർ ആ ടൊമാറ്റോസിൻ്റെയും നമ്മൾ ഓൾറെഡി ഗ്രേവി ആക്കി വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് സോൾട്ട് ഒന്ന് നോക്കാവുന്നതാണ്. റൈസിൽ നമ്മൾ ഓൾറെഡി സോൾട്ട് ഇട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയോ എന്ന് നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിൻ്റെ മേലിലേക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പോട്ടിൻ്റെ ഹാഫ് പോർഷനിലേക്ക് ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതും വെരി ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഗീ ഒക്കെ കുറയ്ക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് നമ്മളിപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം സൺഫ്ലവർ ഓയിലും ഗീയിലും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇതിന് ഫ്ലേവറിനൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും മല്ലിയിലയൊക്കെ വാങ്ങിയതിന് ശേഷം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒരു ഫ്രീസിങ് ബാഗിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും റെഡിമെയ്ഡായിട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ വീട്ടിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പാടാണല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് എപ്പോഴും ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മല്ലിയിലയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും പിന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഇതിൻ്റെ മേളിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ റൈസ് ഇതിൻ്റെ മേളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഈ സവോളയെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കാഷ്യൂ നട്ട്സും റൈസിൻസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത് പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗീയിൽ സോട്ട് ചെയ്തിട്ട് ഈ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അതിന് പകരമായിട്ട് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പൈനാപ്പിളിൻ്റെ എസൻസ് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കറക്റ്റ് ബിരിയാണിയുടെ സ്മെല്ലും ഇതൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലും ചെറുതായിട്ട് ഒരു 1 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. സാധാരണ എല്ലാവരും ഈ മൈദയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അത്ര ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ബിരിയാണി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ചതിന് ശേഷം ഒരു പഴയ പോയ കാസ്റ്റ് അയണിൻ്റെ പാനിൻ്റെ മേളിലേക്ക് ഈ ബിരിയാണി പോട്ട് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ദം ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ബോയിൽഡ് എഗ്ഗും ചെറുതായിട്ട് യോഗട്ടിൻ്റെ റൈത്തയും പപ്പടവും പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ലൈം പിക്കിളിൻ്റെ ഇതും കൂടി വെച്ചിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ പിക്കിളിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. നല്ല അടിപൊളി ഹോം മെയ്ഡ് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബിരിയാണിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടവർക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ റെഡ് ഒനിയൻ ഹാഫ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. കുറച്ച് പച്ചമുളക് എരിവുള്ളത് ആഡ് ചെയ്യുക. അതിലേക്ക് യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റും നമുക്ക് കുക്കുംബറും വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒരു സാലഡ് തയ്യാറാക്കി എടുക്കുകയാണ്. പിന്നെ പപ്പടം ഇവിടെ വലിയ പപ്പടമായിട്ട് കിട്ടാനുള്ളത്, അതുകൊണ്ട് ഞാൻ വലിയ പപ്പടമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് പിക്കിൾ ഇത്രയായിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ബിരിയാണി ഒരു 2 hours മിനിമം റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ എല്ലാ ഫ്ലേവറും കൂടി നമ്മുടെ റൈസിലേക്കും ചിക്കനിലേക്കും ഒക്കെ പിടിക്കുക. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യണതിന് തൊട്ട് മുമ്പ് ഒരു പ്ലേറ്റിലേക്കാക്കി ഒന്ന് മൈക്രോവേവ് 2 minutes ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടി ആ മൈക്രോവേവ് ചെയ്യണ ആവിയിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിലേക്ക് നമ്മുടെ ബിരിയാണി മാറും കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. നമ്മൾ ഇതുപോലെയൊക്കെ മീൽ പ്രപ്പൊക്കെ ചെയ്യണവർക്ക് ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയൊരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.